സമസ്തയിലെ തർക്കങ്ങൾ പഠിക്കാൻ അഞ്ചംഗ സമിതിയെ രൂപീകരിച്ചു. ടി അബ്ദുള്ള മുസല്ലിയാരുടെ നേതൃത്വത്തിലാണ് സമിതി രൂപീകരിച്ചത്. സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, വിശദാംശങ്ങൾ. കഴിഞ്ഞ തവണ കോഴിക്കോട് വെച്ച് നടന്ന സമസ്തയുടെ മുഷാവറ യോഗത്തിൽ നിന്ന് സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. മുക്കം സമസ്ത മുഷാവറ അംഗമായിട്ടുള്ള മുക്കം ഉമർ ഫൈസിയും ബഗാവുദ്ദീൻ നഖ്വിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ലീഗ് സമസ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാളുകളായിട്ട് സമസ്തക്കകത്തും ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടർക്കഥയാവുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ പ്രശ്നങ്ങൾ പഠിക്കുവാൻ വേണ്ടി സമസ്ത അഞ്ചംഗ സമിതിയെ രൂപീകരിച്ചിട്ടുള്ളത്. ഈ സമിതിയുടെ നേതൃത്വത്തിലായിരിക്കും ലീഗിനകത്തെ സമസ്തക്കകത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യുക. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ ഉപസമിതിയെ ഈ സമസ്തക്കകത്തെ തർക്കങ്ങളെ പഠിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തതിന് ശേഷം ഇനി മുഷാവറ അംഗങ്ങളോ സമസ്തയുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്താൻ പാടില്ല ഒരു തീരുമാനവും ഇന്നത്തെ മുഷാവറ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. നേരത്തെയൊക്കെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സമസ്ത മുഷാവറ യോഗത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ഭിന്നത രൂക്ഷമാവുകയും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്ത സമയത്തും പല ആളുകളും ബഗാവുദ്ദീൻ നഖ്വിയും മുക്കം ഉമർ ഫൈസിയും ഒക്കെ പരസ്യമായി പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നുണ്ടായിരുന്നു. സമസ്ത മുഷാവറ യോഗ എടുത്ത തീരുമാനത്തെ തള്ളിക്കൊണ്ടുവരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമസ്തയുടെ ഒരു പത്രക്കുറിപ്പ് വന്നിരുന്നു. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് മുക്കം ഉമർ ഫൈസിയും ബഹാവുദ്ദീൻ നഖ്വിയും ഒക്കെ ഫേസ്ബുക്കിൽ കൂടി അത്തരത്തിലൊരു തർക്കമുണ്ടായിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്നുള്ളത് ശരിയാണ് എന്ന രീതിയിൽ പരസ്യ പ്രതികരണങ്ങളൊക്കെ വന്നത്. ആ വിഷയങ്ങളൊക്കെ ഇന്ന് ചർച്ചയായിട്ടുണ്ട്. അതിനാൽ തന്നെ പരസ്യമായ ഒരു പ്രതികരണം മുഷാവറ അംഗങ്ങൾ ആരും നടത്താൻ പാടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊള്ളുക ഉപസമിതി ആയിരിക്കും. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ ആരും പരസ്യ പ്രതികരണങ്ങളൊന്നും നടത്താൻ പാടില്ല ഒരു തീരുമാനമാണ് ഇന്നത്തെ മുഷാവറ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. സമസ്തയിലെ തർക്കങ്ങൾ പഠിക്കാൻ അഞ്ചംഗ സമിതി രൂപീകരിച്ചു. ടി അബ്ദുള്ള മുസല്ലിയാരുടെ നേതൃത്വത്തിലാണ് സമിതി രൂപീകരിച്ചത്. സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. ഗോകുലാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.